ഫ്രം ഭഗവത്ഗീത യഥാരൂപം 11-ാമത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകം. ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യം അപി ചാവ്യയം ഭാവപ്യായോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യം അപി ചാവ്യയം ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യം അപി ചാവ്യയം. പ്രധാന പദാർത്ഥം കമലപത്രാക്ഷ. ഹേ കമലപത്രാക്ഷ, ത്വത്തഃ അങ്ങയിൽ നിന്ന് ഭൂതാനാം സകല ചരാചരങ്ങളുടെയും ഭവാപ്യയോ ഉദയാസ്തമയങ്ങൾ വിസ്തരശഃ വിസ്തരിച്ച് മയാ എന്നാൽ ശ്രുതൗഹി ശ്രുതങ്ങളായി അപി ച മാത്രവുമല്ല അവ്യയമായ അവസാനമില്ലാത്ത മാഹാത്മ്യവും ശ്രുതമായി കേട്ടു. Vivartanam Bhavartam by His Divine Grace Abhay Charanaravindha Bhakti Vedanta Swami.
ശ്രീല പ്രഭുപാദയ്ക്ക്. ഭാവാർത്ഥം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. അലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിവർത്തനം എല്ലാവരും ഏറ്റുപറയുക. അലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: സന്തോഷത്തികവോടെയാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ കമലാക്ഷൻ എന്ന് സംബോധന ചെയ്യുന്നത്. കൃഷ്ണൻ്റെ കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ കാണപ്പെടുന്നു. അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥ. ഈ സമ്പൂർണ്ണ ജഗത്തിൻ്റെ ആവിർഭാവ തിരോഭാവങ്ങളുടെ പ്രഭവസ്ഥാനം ഞാൻ തന്നെ എന്ന് മുൻ അധ്യായത്തിൽ കൃഷ്ണൻ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുണ്ട്. ഭഗവാനിൽ നിന്ന് അർജുനൻ ഇത് വിശദമായി കേട്ടിട്ടുണ്ട്. എല്ലാത്തരം ആവിർഭാവ തിരോഭാവങ്ങളുടെയും ഹേതുഭൂതനെങ്കിലും അവയിൽ നിന്ന് വ്യത്യസ്തനാണ് കൃഷ്ണൻ എന്ന സത്യവും അർജുനൻ ഗ്രഹിച്ചു കഴിഞ്ഞു. താൻ സർവ്വവ്യാപിയാണെങ്കിലും എല്ലായിടത്തും തൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമില്ലെന്നാണല്ലോ 9-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഊഹാതീതമായ ആ ഭഗവത് ഐശ്വര്യത്തെയാണ് നല്ലവണ്ണം അറിഞ്ഞതായി അർജുനൻ സമ്മതിക്കുന്നത്. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാം തന്നെ പ്രിയ സന്യാസി വര്യനായ ഹിസ് ഹോളിനെസ് ഭക്തി വിനോദ സ്വാമി മഹാരാജിൻ്റെ വ്യാസപൂജയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഭഗവത്ഗീതയിൽ നിന്നുള്ളൊരു ശ്ലോകത്തിനെക്കുറിച്ച് പറയാനുള്ള അവസരം തന്നതിന് ആദ്യമായിട്ട് ഞാൻ ലോകിതാ കൃഷ്ണപ്രഭുവിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സോ ഇന്നത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കാരണം ഈ വിശ്വരൂപം എന്ന അധ്യായത്തിൽ, അല്ലെങ്കിൽ ഇതിനു മുൻപ് അർജുനൻ ഭഗവാനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം കേട്ടു. അതിനുശേഷം ഈ അധ്യായത്തിൽ പൊതുവെ പറയപ്പെടുന്നത് അർജുനൻ്റെ വ്യാമോഹമെല്ലാം തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ യഥാർത്ഥത്തിൽ കൃഷ്ണനെ കാണുന്നത് സുഹൃത്തായിട്ടാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നതും. ഭഗവാന്റെ സുഹൃത്തും അതുപോലെ തന്നെ ഭക്തനും ആണെന്ന നിലയിലാണ്. അപ്പോൾ ഒരു സാധാരണ ആളുകൾക്ക് ഇവരുടെ ബന്ധം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തിടത്തോളം കാലം അർജുനൻ ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണനെ വിശേഷാൽ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറയുമ്പോൾ
ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അത് സുഹൃത്ത് എന്ന പേരിലും ഭക്തൻ എന്ന പേരിലുമാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അധ്യായത്തിൽ അർജുനൻ ആ ഒരു കാര്യം കൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണിക്കുന്നതിനായിട്ട് അഭ്യർത്ഥിക്കുന്നതായിട്ടുള്ളതാണ് ഈ അധ്യായം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർജുനൻ ഒരു ദുഃഖകരമായ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വന്നപ്പോൾ ഭഗവാൻ സുഹൃത്ത് എന്ന നിലയിൽ നിന്ന് മാറി ഒരു ആധ്യാത്മിക ഗുരു എന്ന നിലയിൽ അർജുനനെ ഉപദേശിക്കുകയുണ്ടായത്. അപ്പോൾ ഓരോ ഗുരുക്കന്മാരുടെയും കടമയാണ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യന് ആവശ്യമായിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനം നൽകുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ശിഷ്യനിൽ ഉള്ള അനുകമ്പ കൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കരുണ അല്ലെങ്കിൽ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കരുണ അല്ല ബ്രോ, കരുണ, യെസ്, കമ്പാഷൻ ആണ് ശരിക്കും അവിടുത്തെ മെയിൻ ക്വാളിറ്റി ഒരു ഗുരു ഒരു ശിഷ്യനിൽ കാണിക്കുന്നത്. അപ്പോൾ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ആ കമ്പാഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ ശിഷ്യന്മാർക്കും ഗുരുവിൻ്റെ കരുണയാണ് അല്ലെങ്കിൽ കമ്പാഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കരുണ പൊതുവെ നമ്മൾ ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം എന്ന നിലയിൽ ചിലപ്പോൾ നേര് കാണുന്നു, നമസ്കരിക്കുന്നു, പിന്നെ ആ ഗുരു ചിലപ്പോൾ നമുക്ക് ആശീർവാദം ചെയ്യുന്നു, ചിലപ്പോൾ പ്രസാദം തരുന്നു. ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന കരുണ എന്ന നിലയിൽ. പക്ഷേ അതിന് മുകളിൽ ഒരു പടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, യഥാർത്ഥത്തിൽ കരുണ എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വന്ന ശേഷം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരെ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം കരകയറ്റി ഭഗവാന്റെ ഉത്തമ ഭക്തനായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനം നൽകുക എന്നുള്ളതാണ് യഥാർത്ഥ കരുണ. അല്ലാതെ ഈ പുറമേ കാണുന്ന എക്സ്റ്റേണൽ അല്ലെങ്കിൽ ബാഹ്യമായിട്ട് കാണുന്ന ഒരു ആക്ടിവിറ്റീസും അല്ല യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൻ്റെ കടമ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കരുണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ആ ക്ലാസ്സിൽ പെടുന്നവരാണ്. അതായത് നമ്മളെല്ലാവരും ബദ്ധജീവാത്മാക്കളായിട്ട് ഈ ഭൗതിക ലോകത്ത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലാകാതെ ഈ ഉഴലുന്ന വേളയിൽ ആധ്യാത്മിക ആചാര്യൻ വന്നിട്ടാണ് നമ്മൾക്ക് കണ്ണു തുറന്നു തരുന്നത്, അല്ലെങ്കിൽ ജ്ഞാനം നൽകി നമുക്ക് യഥാർത്ഥ വഴി നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ അർജുനൻ കഴിഞ്ഞ അധ്യായങ്ങളായിട്ട്, പ്രത്യേകിച്ച് മിഡിൽ 6 ചാപ്റ്റേഴ്സ്, അതിൻ്റെ ഇപ്പോൾ അവസാനമാണ്, അതായത് 11ാമത്തെ അധ്യായം നമ്മൾ എത്തിയിരിക്കുന്നത്. 12ാമത്തെ അധ്യായം കൂടെ കഴിഞ്ഞാൽ ഭക്തിയോഗയെ പറ്റിയുള്ള വിവരണം ഭഗവാൻ അവസാനിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ പ്രധാനപ്പെട്ട അധ്യായങ്ങളായ 9, 10, 11 അധ്യായങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് അർജുനന് പറഞ്ഞു കൊടുത്തു. യഥാർത്ഥത്തിൽ ഭക്തിയോഗയാണ് ഏറ്റവും പ്രധാനം. അത് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ വഴിയിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ, ഇവിടെ ഭഗവാനെ കമലാക്ഷ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അർജുന ഇവിടെ ഉപയോഗിക്കുന്ന പദത്തിൻ്റെ പേരാണ് കമലാക്ഷ. കമലാക്ഷ എന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ കണ്ണുകളെ ഒരു താമരയോട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അർജുനുണ്ടായ സന്തോഷം കൊണ്ടാണ് അങ്ങനെ ഭഗവാനെ ഇവിടെ കമലാക്ഷ എന്നുള്ള ഇതിൽ പറയുന്നത് എന്നാണ് പറയണത്. അപ്പോൾ അത് കൂടാതെ ഭഗവാനാണ് യഥാർത്ഥത്തിൽ എല്ലാ ത്തിൻ്റെയും സോഴ്സ്. അഹം ഹി ബീജാനാം, അതുപോലെ തന്നെ അഹം സർവസ്യ പ്രഭവോ, എല്ലാം അഹം അഹം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പല ഇടങ്ങളിലായിട്ട് പറഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെയും ഉറവിടം അങ്ങാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അങ്ങയുടെ അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് എന്നുപോലും വളരെ സന്തോഷം നൽകുന്നതാണ് എന്നുള്ള രീതിയിലാണ് അവിടെ അർജുനൻ പറയുന്നത്. അപ്പോൾ ഇത് ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ടതുകൊണ്ട് അർജുനൻ്റെ സന്തോഷം വളരെ വലിയതായിട്ടാണ് അദ്ദേഹം കരുതുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു കാര്യം വരുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ 3ാമത്തെ കാണ്ഡത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ വിതുരൻ മൈത്രയെ കാണുന്നൊരു രംഗം. അപ്പോൾ യഥാർത്ഥത്തിൽ വിതുരന് ആവശ്യം, അതായത് ധൃതരാഷ്ട്രയുടെ കൊട്ടാരം എല്ലാം വിട്ട് വെളിയിൽ പോയ സമയത്ത് ആവശ്യം വിതുരന് സാന്ത്വനമായിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്പാഷനായിരുന്നു, ആരുടെയെങ്കിലും ഒരു കമ്പാഷൻ കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ കിട്ടിയില്ല. ധൃതരാഷ്ട്രൻ അദ്ദേഹത്തെ പറഞ്ഞ് ഓടിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഇതിന് പുറത്ത് വന്ന സമയത്ത്, അദ്ദേഹം അന്വേഷിച്ച് നടന്ന സമയത്ത് അദ്ദേഹത്തിന് കണ്ടത് ഉദ്ധവനായിരുന്നു. പക്ഷേ ഉദ്ധവൻ ഭഗവാന്റെ ശുദ്ധ ഭക്തനായതുകൊണ്ടും
വയസ്സിന് ഒരു പക്ഷേ മൈത്രേയ മുനിയേക്കാളും കുറവായതുകൊണ്ടും ഉദ്ധവൻ പറഞ്ഞു, മൈത്രേയനെ നീ സ്വീകരിച്ചാൽ മതി ആധ്യാത്മിക ആചാര്യനായിട്ട്, അദ്ദേഹത്തിന് എല്ലാം അറിയാൻ സാധിക്കും. കൂടാതെ അദ്ദേഹം ഇതുപോലെ ഭഗവാനെ നേരിട്ടിൽ കണ്ട് ബൈ പ്രൊവിഡൻസ് അല്ലെങ്കിൽ അജ്ഞാത സുഹൃതി കാരണം കൊണ്ട് മൈത്രേയ മുനിക്ക് ഭഗവാനെ നേരിൽ കാണാനും ഭഗവാൻ എല്ലാ ഭാഗവതത്തിലെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നീ അംഗീകരിക്കേണ്ട ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞ് വിതുരനെ അവിടെ സങ്കടം തീർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മൈത്രേയനും വിതുരനും കൂടെയുള്ള സംഭാഷണം ഈ 3-ാമത്തെ കാണ്ഡത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ വരുന്നൊരു ശ്ലോകത്തിൽ വളരെ എന്താ പറയുക വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ശ്ലോകം ഞാൻ വായിക്കാം. നമ്മുടെ തരടി മലയാളം ഭാഗം ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക്, അതർവൈസ് ഐ വിൽ റീഡ് ഇൻ ഇംഗ്ലീഷ്. സോ അഹം നൃണാം ക്ഷുല്ല സുഖായ ദുഃഖം മഹത് ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ. അതിൽ പറയുന്നത്, അതുകൊണ്ട് ഞാനിനി ഇവിടുന്ന് ഭാഗവത പുരാണത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് എനിക്ക് ഡയറക്റ്റ്ലി നേരിട്ട് മറ്റുള്ള ഋഷിമുനിമാർക്ക് ഭഗവാൻ അരുളി ചെയ്തതാണ്. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഈ ലോകത്തുള്ള ബദ്ധ ജീവാത്മാക്കൾക്ക് എല്ലാവർക്കും തന്നെ അവരുടെ എക്സ്ട്രീമായിട്ടുള്ള കഷ്ടപ്പാടുകൾ, മിസറീസ് എല്ലാം തന്നെ ഇല്ലാതാകുന്നു. അതിൽ ആക്ച്വലി അവർ വിചാരിക്കുന്നത് ഈ ഇവിടെയുള്ള സന്തോഷങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇവിടെ അനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം തന്നെ അവർക്ക് സന്തോഷമായിട്ടാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള ഇതിൽ വേണം. അതുകൊണ്ട് ഭാഗവതം യഥാർത്ഥത്തിൽ നമ്മൾക്ക് തരുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് പറയുന്നത്. അത് മൈത്രേയ മുനിക്ക് അറിയാമായിരുന്നു. നമ്മുടെ ഭാഗവതമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭാഗവതം മാത്രമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ വിതുരനെ കണ്ട മാത്രയിൽ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് പറയണത്. കാരണം ഭഗവാൻ തന്നെ അരുളി ചെയ്തതാണ് മൈത്രേയ മുനിക്ക് നേരിട്ട്. കൂടാതെ ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു നൽകണം, പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവതം വിവരിച്ചതിൻ്റെ ആ മൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഭാവം മൈത്രേയ മുനി വിതുരന് പറഞ്ഞു കൊടുത്ത ഈ വിവരണം, അതിൽ വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ഷുല്ല സുഖായ ദുഃഖം മഹത് ഗതാനാം വിരമായ എന്ന് പറയുന്നുണ്ട്. അത് വേർഡുകളുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ വളരെ രസമാണ്. ക്ഷുല്ല എന്ന് വെച്ചാൽ വെരി ലിറ്റിൽ, വളരെ കുറച്ച്. സുഖായ എന്ന് വെച്ചാൽ ഫോർ ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടിയിട്ട്. ദുഃഖം ഡിസ്ട്രെസ്. മഹത് ഗ്രേറ്റ്. ഗതാനാം എൻറ്റേർഡ് ഇൻ ടു വിരമായ ഫോർ മിറ്റിഗേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖം എന്ന പേരിൽ ദുഃഖമാണ് അനുഭവിക്കുന്നത്. പക്ഷേ അതിന് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ആൻസർ ഭാഗവതമാണ് എന്ന് മൈത്രേയ മുനി ഇൻഡയറക്റ്റായിട്ട് ഇവിടെ പറയാണ്. അപ്പോൾ കൃഷ്ണ ഭഗവാൻ ഈ ശുല്ല സുഖായ എല്ലാവരുടെയും ജീവജാലങ്ങളുടെ ഉള്ള എല്ലാ സുഖങ്ങളും, പ്രത്യേകിച്ച് ഭൗതിക ലോകത്തിലുള്ള ദുഃഖങ്ങൾ മറക്കുന്നതിനായിട്ട് മഹത് ദുഃഖം, ഔട്ട് ഓഫ് കമ്പാഷൻ, കരുണ കൊണ്ട് ഈ ഭാഗവതം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പാഷനോടുകൂടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരെന്ന നിലയിൽ കൃഷ്ണ ഭഗവാൻ ഇത് ആദ്യം ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്നാണ് പറയണത്. ദെൻ ബ്രഹ്മാവ് ആ പരമ്പരയിൽ വരുന്ന നാരദമുനിക്കും, പിന്നീട് വ്യാസദേവനും ഉപദേശിച്ചു എന്നാണ് പറയണത്. വ്യാസദേവൻ ഉപദേശിക്കുന്ന സമയത്ത് നമുക്കറിയാമായിരുന്നു, വ്യാസദേവൻ എല്ലാ പുരാണങ്ങളും എഴുതി, വേദങ്ങൾ എഴുതി വ്യസനിച്ചിരിക്കുന്ന സമയമാണ്. അവിടെയും ദുഃഖത്തിലിരിക്കുന്ന സമയമാണ്. എന്താണ് ദുഃഖം? ഞാൻ എല്ലാം വിവരിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്നിട്ടും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ഐ എം ഡിസ്പോണ്ടൻറ്റ്, മീൻസ് ഞാൻ ദുഃഖത്തിലാണ്. അവിടെയാണ് അപ്പോഴും ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയിൽ നാരദ മുനി കേട്ട ഭാഗവതം പറയുന്നതിൽ ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസദേവന് പറയുന്നു. അപ്പോൾ അവിടെ എന്താണ്? ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയിൽ നാരദ മുനി വ്യാസദേവനോട് പറയാണ്, കമ്പാഷനോടുകൂടെ നീ ഇനി ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അവിടെയും ഈ നാരദ മുനി വ്യാസദേവൻ നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കമ്പാഷനാണ്. അല്ലെങ്കിൽ ഭഗവാൻ നൽകിയിട്ടുള്ള ആ കമ്പാഷൻ, ഭാഗവതത്തിലൂടെ വന്ന കമ്പാഷൻ ഇവിടെ വ്യാസദേവനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അത് 1-ാമത്തെ കാണ്ഡത്തിൽ 5-ാമത്തെ ചാപ്റ്ററിൽ 40-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ടത്. ത്വം അഭി അദഭ്രശ്രുത വിശ്രുതം വിഭോ സമാപ്യതേ യേന വിദാം ബുഭൂഷിതം പ്രാഖ്യാഹി ദുഃഖേർ മുഹുർ അർദ്ദിതാത്മാനം സംക്ലേശ നിർവാണം ഉശന്തി നാന്യത എന്നാണ് പറയണത്. 1-ാമത്തെ കാണ്ഡം 5-ാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകം. അതുകൊണ്ട് എന്താ പറയുന്നത്? ദയവായി അതുകൊണ്ട് അങ്ങയുടെ, അതായത് ഭഗവാന്റെ ആക്ടിവിറ്റീസ്,
ഇതൊന്നും തന്നെ നീ ഇത്രയും വാസ്റ്റായിട്ടുള്ള നോളേജ് വെച്ച് നീ എഴുതിയെങ്കിലും വേദങ്ങൾ എഴുതിയെങ്കിലും പക്ഷേ എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് ശമനം നൽകുന്ന ഭഗവാന്റെ ലീലകളെക്കുറിച്ച് നീ വിവരിക്കാത്തത് കൊണ്ട് സാധാരണയായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊന്നും അല്ല ആവശ്യം. യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരം യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലീലകളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട് ഓഫ് കമ്പാഷനിൽ നീ ഇത് എഴുതണം എന്ന് പറഞ്ഞു. അല്ലാതെ ഇത് വേറെ ഒരു വഴിയുമില്ല ഈ ഭൗതിക ലോകത്തിലുള്ള ഈ ദുഃഖ നിവാരണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നാരദമുനി വിവരിച്ച ഈ ശ്ലോകമാണ് പിന്നീട് വ്യാസദേവൻ ഭാഗവതം എഴുതിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ അവിടെയും ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയ്ക്ക് നാരദമുനി വ്യാസദേവനോടുള്ള കമ്പാഷൻ അത് ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ച അതേ ഭാഗവതം തന്നെയാണ് അവിടെയും നൽകിയത്. ഇത് തന്നെയാണ് സൂത ഗോസ്വാമിയും സുഖദേവ ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാണ്ഡം 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. യ സ്വാനുഭാവം അഖില ശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതീർഷതാം തമോ അന്തം സംസാരണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനം ഉപയാനി ഗുരും മുനീനാം. അതുകൊണ്ട് ലെറ്റ് മീ ഓഫർ മൈ റെസ്പെക്ടബിൾ ഒബീസൻസസ് അൺടു സുഖദേവ, the spiritual master of all sages, son of Vyasadeva. Out of his great compassion for those gross materialists who struggle to cross over the darkest region of materialism. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സുഖദേവ മുനിയെ അല്ലെങ്കിൽ സുഖദേവ ഗോസ്വാമിയെ സൂത ഗോസ്വാമി ഗ്ലോറിഫൈ ചെയ്യുന്നത് തന്നെ സുഖദേവ ഗോസ്വാമിയിൽ കണ്ട ആ അനുകമ്പ അല്ലെങ്കിൽ കരുണ മറ്റുള്ള ജനങ്ങളിലേക്കും എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വേദിക് നോളജിൻ്റെയും ക്രീം എന്ന് പറയുന്നത്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യേകിച്ച് ഭഗവാന്റെ ലീലകളെക്കുറിച്ചാണ്. അത് കേൾക്കുന്ന മാത്രമേ നമുക്ക് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയേണ്ടത്. ഇതേ തന്നെയാണ് നമ്മൾ ശ്രീല പ്രഭുപാദരും ചെയ്തത്. 1966 പ്രഭുപാദ് അമേരിക്കയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഇതേ കമ്പാഷനാണ്. വിത്ത് ദാറ്റ് കമ്പാഷൻ ഹി വാണ്ട് ടു റൈറ്റ് ഭാഗവതം ട്രാൻസ്ലേഷൻ ആൻഡ് പബ്ലിഷ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. ഇന്നും നമ്മൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ജനങ്ങളിലുമുള്ള ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രഭുപാദർ എഴുതിയിട്ടുള്ള ഭാഗവതം ഔട്ട് ഓഫ് കമ്പാഷൻ, ഈ കമ്പാഷൻ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രഭുപാദരും ചെയ്തത് കണ്ടീഷൻസ് ഉള്ളായിരിക്കുന്ന എല്ലാ ബദ്ധജീവാത്മാക്കൾക്കും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന 12 വർഷം ഭാഗവതം എഴുതി, അതും രാത്രി പകലില്ലാതെ അഹോരാത്രം ഇരുന്ന് എഴുതി ഈ മെസ്സേജ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഭാഗവതം എഴുതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും പ്രഭുപാദരുടെ കമ്പാഷനാണ് അവിടെ പ്ലേ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ കൺക്ലൂഡിങ് ലൈനിൽ ഈ 3-ാമത്തെ കാണ്ഡം 2-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മൈത്രേയ മുനി, ശ്രീ മൈത്രേയ മുനി ഔട്ട് ഓഫ് കമ്പാഷൻ ഫോർ ദ സഫറിംഗ് മെൻ ഇൻ ദ വേൾഡ് proposes to speak on the Srimad Bhagavatam first and last. That is the emphasis. മൈത്രേയ മുനി പറയുന്നത് ഇതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പറയുന്നത് വരുന്ന പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഔട്ട് ഓഫ് കമ്പാഷൻ, കരുണ കൊണ്ട് നമുക്ക് പൊതുജനങ്ങളിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭാഗവതമാണ് യഥാർത്ഥത്തിൽ ആദ്യം സംസാരിക്കേണ്ടത്, ഭാഗവതമാണ് നമ്മൾ അവസാനവും സംസാരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ അവരുടെ കമ്പാഷൻ നോക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഗവതം ചിലപ്പോൾ ജ്ഞാനത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ കർമ്മജ്ഞാനത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഭക്തി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗവതം വായിക്കുന്നതിലൂടെയും ഭാഗവതം പഠിക്കുന്നതിലൂടെയും ഭാഗവതം പറയുന്നതിലൂടെയും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് യഥാർത്ഥത്തിൽ കമ്പാഷനാണ്. ബിക്കോസ് ദേ ആർ ഓൾ സഫറിങ് ലൈക്ക് വി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡായിട്ട് നമുക്ക് എടുക്കാം മൈത്രേയ മുനി പറയുന്നതിൽ. കാരണം ശ്രീമദ് ഭാഗവതം ആയിരിക്കണം നമുക്ക് ആദ്യം പറയേണ്ടതും, അതുതന്നെയാണ് നമ്മുടെ അവസാനത്തെ വാക്കും എന്നുള്ളത്. പൊതുവേ നമ്മൾ ഭാഗവതം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ളത് ആരംഭത്തിലൊക്കെ ഭാഗവതത്തിൽ ഭഗവാന്റെ കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അവസാനം എത്തുന്നതോറും പിന്നെ അത് മാറി പിന്നെ അത് ഗ്രാമ്യ കഥയായിട്ട് മാറാറുണ്ട് എന്നാണ് പറയുന്നത്. അത് പൊതുവേ നമ്മൾ കേൾക്കാൻ സാധിച്ചുള്ള നമ്മൾക്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ശരിക്കും ശരിയായ വഴിയല്ല. അത് പ്രഭുപാദ് പറയുന്ന പോലെ, അല്ലെങ്കിൽ സുഖദേവ ഗോസ്വാമി പറയുന്ന പോലെ, അല്ലെങ്കിൽ നാരദമുനി പറയുന്ന പോലെ, വ്യാസദേവ് പറയുന്ന പോലെ, അല്ലെങ്കിൽ ബ്രഹ്മാവ് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന പോലെ അത് ഔട്ട് ഓഫ് കമ്പാഷൻ അല്ല എന്നാണ്. അതുകൊണ്ടാണ് മൈത്രേയ മുനിയോട് പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഭാഗവതം ഷുഡ് ബി സ്പോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ ഈ കാര്യം
സുഖദേവ ഗോസ്വാമിയിൽ നേരിട്ട് കാണാൻ സാധിക്കും. പരീക്ഷിത് മഹാരാജ് അവസാന 7 ദിവസം അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥമായിട്ട് ശാസ്ത്രത്തിൻ്റെ വശമനുസരിച്ച് ധാർമ്മികമായിട്ട് അനുസരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റി സുഖദേവ ഗോസ്വാമിയോട് ചോദിച്ചപ്പോഴും 7 ദിവസം നമ്മൾ പരീക്ഷിത് മഹാരാജാവ് സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് കേട്ടതെല്ലാം തന്നെ കൃഷ്ണനെക്കുറിച്ചായിരുന്നു. അല്ലെങ്കിൽ കൃഷ്ണനെപ്പറ്റി കൂടുതൽ കേൾക്കണം എന്നുള്ള താല്പര്യമായിരുന്നു പരീക്ഷിത് മഹാരാജനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുഖദേവ ഗോസ്വാമി ഔട്ട് ഓഫ് കമ്പാഷൻ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം ഉണ്ടായെന്ന് യെസ്, ഹി ഈസ് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്താണ് കേൾക്കേണ്ടത് അതാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന കാര്യം സുഖദേവ ഗോസ്വാമിക്ക് വലിയ ആനന്ദം നൽകിയതുകൊണ്ട് സുഖദേവ ഗോസ്വാമി ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹരി ഹരി. ഈവൻ പരീക്ഷിത് മഹാരാജ് 7 ദിവസം ഭാഗവതം രാത്രി പകലില്ലാതെ ഉറക്കമില്ലാതെ കേട്ടപ്പോഴും സുഖദേവ ഗോസ്വാമി എല്ലാം പറഞ്ഞ ശേഷം ഒരു നിമിഷം അവിടെ നിന്നില്ല എന്നുള്ളതാണ്. ഓർ എൻക്വയർഡ് അബൌട്ട് ഹിസ് പേഴ്സണൽ തിങ്സ്. He just left the place. That is what first and last we should speak about Bhagavatam. No need of talking about other material things. That is out of compassion. So Sukadeva Goswami also did. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷന്മാരാണത് പറഞ്ഞു കൊടുത്തു, അത് കഴിഞ്ഞ് അദ്ദേഹം സ്ഥലം വിട്ടു. ജസ്റ്റ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ, ദിസ് ഈസ് വാട്ട് യു മീൻ ടു എന്നുള്ള രീതിയിൽ. സോ എന്ന് പറഞ്ഞ പോലെ നാരദമുനിയും ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ധ്രുവനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ വേടൻ ഒരു വേടൻ കാണുന്ന സമയത്ത് മൃഗാരി കാണുന്ന സമയത്തും വേറെ ഒരു സംസാരമില്ല. ഓൺലി പോയിന്റ് ടു പോയിന്റ് സംസാരിച്ചു. ഇതാണ് പറഞ്ഞു, ഭഗവാന്റെ കാര്യം പറഞ്ഞു, ഭഗവാനെ കുറിച്ച് വർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, സ്ഥലം വിട്ടു. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ വെച്ചാൽ വി ഷുഡ് നോട്ട് എൻഡ് അപ്പ് വിത്ത് ഗ്രാമ്യ കഥ, വി ഷുഡ് എൻഡ് വിത്ത് ആൾസോ കൃഷ്ണകഥ. ദെൻ വി ഹാവ് ടു ലീവ് ദ പ്ലേസ് എന്ന് പറയുന്നത്. ഈവൻ പരീക്ഷിത് മഹാരാജാവ് വലിയ രാജാവായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിലപ്പോൾ സംസാരിച്ച് നിൽക്കുക, സുഖദേവ ഗോസ്വാമിക്ക് വേണമെങ്കിൽ ദക്ഷിണ കൊടുക്കാമായിരുന്നു, അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹത്തിന് സമയവും കിട്ടിയില്ല, അല്ലെങ്കിൽ സമയം കൊടുത്തുമില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് കമ്പാഷൻ ടുവേർഡ്സ് ലിവിങ് എൻറ്റിറ്റീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദരും ഭാഗവതം എഴുതുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വിവരണം ചെയ്തും ആ വിതരണം ചെയ്യുന്നതിലൂടെ നമ്മൾക്കും ചില റോളുകളുണ്ട് എന്നാണ്. ആസ് എ സങ്കീർത്തൻ മൂവ്മെൻറ്റ്, ആസ് എ പ്രീച്ചിങ് മൂവ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾക്കും ഇതേ കമ്പാഷൻ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയണത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള പലതരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് ചില ഷോപ്പ് കീപ്പേഴ്സ് ആയിരിക്കാം. പക്ഷേ ഇവരെ കാണുമ്പോഴൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ദുഃഖമാണ് അല്ലെങ്കിൽ സങ്കടമാണ് തോന്നേണ്ടത്. കാരണം അവർ വിചാരിക്കുന്നത് ക്ഷുല്ല, അതായത് വളരെ വെരി ലിറ്റിൽ സുഖായാം, ഈ സുഖമാണ് അവർ വിചാരിച്ചിട്ടാണ് അവർ എല്ലാം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഭാഗവതത്തിൻ്റെ കണ്ണിലൂടെ യഥാർത്ഥത്തിൽ അത് ശരിക്കും അവർ സുഖമല്ല അനുഭവിക്കുന്നത്, പക്ഷേ അവർ ഡിസ്ട്രെസ്സാണ് അല്ലെങ്കിൽ ദുഃഖമാണ് അനുഭവിക്കുന്നവരാണത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പാഷൻ ബേസ്ഡ് ഓൺ ഭാഗവതം, ബേസ്ഡ് ഓൺ ഗുരു, വി ഷുഡ് സ്പീക്ക് അബൌട്ട് ഭാഗവതം ഓൺലി ടു ദ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരിക്കലും നമ്മൾ അതിനുള്ള അവസരം കിട്ടിയിട്ട് പോലും നമ്മൾ സംസാരിക്കാറില്ല. അപ്പോഴും നമ്മൾ അവരെ പറയുന്നത് എന്താണ്, സാരമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഭഗവാൻ വഴി കാണിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാൻ നോക്കും. അങ്ങനെ ബോധ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലും സംസാരിക്കാനും നമ്മൾ കാണിക്കുക എന്നവർ. പക്ഷേ ഇത് ഒരിക്കലും ഒരു കമ്പാഷൻ്റെ രീതിയല്ല എന്നാണ് ആചാര്യന്മാരും ശാസ്ത്രവും പറയുന്നവരാണത്. അതുകൊണ്ട് നമ്മുടെ പരമ്പരയിൽ വരുന്ന ഒരു ഗുരു പറയുന്നത്, നമ്മൾ ആക്ച്വലി നമ്മുടെ സെൽഫിനുള്ളിൽ തന്നെ ഒരു കമ്പാഷൻ എന്നൊരു ക്വാളിറ്റി വരുത്തിയിട്ട് അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ ഫീഡ് ചെയ്യണം. ദെൻ വി ക്യാൻ ഗിവ് ടു അതേഴ്സ് കമ്പാഷൻ എന്നുള്ളതാണ്. അത് എങ്ങനെ സാധിക്കും? ബൈ നോളജ് ഓഫ് ഭാഗവതം, ദാറ്റ് ഈസ് ദ ഫുഡ്, സ്പിരിച്വൽ ഫുഡ്, ആൻഡ് ആൾസോ ചാൻഡിങ് ദ ഹോളി നെയിം. ഈ രണ്ട് കാര്യം നമ്മൾ സഫീഷ്യൻ്റ്ലി കേൾക്കുകയും നമ്മൾ ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പാഷൻ ഔട്ട് ഓഫ് ഗുരു മഹാരാജ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രഭുപാദ്
we will get that compassion and we will distribute to others also എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജ് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഭാഗവതം നമ്മൾക്ക് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ അർജുനനും പറയുന്നത്. ഇവിടെ എൻ്റെ എല്ലാ വ്യാമോഹങ്ങളും തീർന്നു, അങ്ങയിൽ നിന്ന് ശ്രവിച്ചപ്പോൾ, അങ്ങയിൽ നിന്ന് കേട്ടപ്പോൾ, അങ്ങേ പറഞ്ഞ ഞാൻ അനുസരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇനി എനിക്ക് വേറെ ഒന്നും അറിയാനില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടത് മാത്രം കൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇവിടെ അർജുനോടുള്ള കമ്പാഷനാണ് ഭഗവാൻ ഈ ജ്ഞാനം നൽകാനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്, അതായത് ലോട്ടസ് ഐഡ് വൺ, ഐ ഹാവ് ഹേർഡ് ഫ്രം യു ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് എവറി ലിവിങ് എൻറ്റിറ്റി ആൻഡ് ഹാവ് റിയലൈസ്ഡ് യുവർ ഇൻഎക്സോസ്റ്റിബിൾ ഗ്ലോറീസ് എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ്, ജന്മ കർമ്മച്ഛമേ ദിവ്യം ഏവം യോപേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മനേതി മാം ഏതി സ്വാർജുന. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന പോലെ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരങ്ങളും എന്ന് ആചാര്യന്മാരും ഗുരുക്കന്മാരും ഭാഗവതത്തിലൂടെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട് ഓഫ് കമ്പാഷൻ വി ഷുഡ് distribute more Bhagavad Gita, we should distribute more Bhagavatam, we should invite more people to hear Bhagavatam and Bhagavad Gita, whatever capacity we have. നമ്മൾക്ക് എത്രത്തോളം നമ്മൾക്ക് അറിവുണ്ടോ, എത്രത്തോളം നമ്മൾക്ക് ഗുരുമഹാരാജൻ്റെയും പ്രഭുപാദൻ്റെയും കരുണയും അതുപോലെ മെർസിയും ഉണ്ടോ, അതിനനുസരിച്ച് നമ്മൾ ഭാഗവതം ഭഗവത്ഗീതയും മാത്രമാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ട വിഷയം. അതിലൂടെ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ട പ്രശ്നങ്ങൾക്കുള്ള മറുപടിയും ഉത്തരവും എല്ലാം ലഭിക്കും. നമ്മൾക്ക് എങ്ങനെ ലഭിച്ച് നമ്മളിപ്പോൾ സന്തോഷവാനായിരിക്കുന്നു അതുതന്നെ അവർക്കും ലഭിക്കും. അതിന് നമ്മളും പരിശ്രമിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഹരേ കൃഷ്ണ. സോ വിത്ത് ദാറ്റ് ഷോർട്ട് ക്ലാസ് ഐ പോസ് ഹിയർ. ഇത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം, കമൻസ് ഓർ നമ്മൾ ആദ്യം ആചരിക്കണം, അല്ലേ? ഭാഗവതത്തെ നമ്മൾ ആചരിക്കണം, നമ്മൾ പ്രചരിപ്പിക്കണം. അപ്പം അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ നിശ്ചയം ഭാഗവത സേവയാണ്. ക്വസ്റ്റ്യൻ ആണോ അതോ എന്താ പറയാ? അതെ അതെ, അതുകൊണ്ടാണ് നമ്മൾ പ്രഭുപാദര് പോലും നിത്യം ഇസ്കോൺ ടെമ്പിളുകളിൽ പ്രത്യേകിച്ച് കാലത്ത് 8 മണിക്ക് ഭാഗവത സേവ എന്ന രീതിയിൽ അതോറിറ്റിയുടെ അനുവാദത്തോടു കൂടെ ഒരാളെ ഭാഗവതം പ്രചരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സംസാരിക്കുന്നതിനായിട്ട് വ്യാസാസ്ത്രത്തിൽ ഇരുത്തുന്നത്. ഇറ്റ്സ് ആൾ ബൈ അതോറിറ്റി. ഇറ്റ്സ് ആൾ Prabhupada coming down from the Prabhupada Parampara. It's not that one person come and I want to speak and I can sit and I can give some lecture. No. From the authority you have to speak. Not that I know everything and I can speak. No, അങ്ങനെയല്ല. So authority means it comes from Guru and Prabhupada, Acharya. Then you can speak, and if you are well to speak about that. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പ്രഭുപാദ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം വളരെ മനോഹരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മംഗളാരതി തൊട്ട് തുളസി ആരതി തൊട്ട് ഗുരുപൂജ തൊട്ട് അടുത്ത ഭാഗവതം. So that before going to office, before going to school, before going to work, we will be fit into ഭാഗവതം. നമ്മൾ ഭാഗവതത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ യമരാജ് പോലും ആക്ച്വലി ബിഫോർ ഗോയിങ് ടു പണിഷ് പീപ്പിൾ ഹി ഈസ് ടു റീഡ് ഭാഗവതം. യെസ്, ഈസ് വൺ ഓഫ് ദ മഹാജൻ. 12 മഹാജനിൽ ഒരു മഹാജനാണ്. യമരാജ് പോലും ഭാഗവതം വായിച്ച ശേഷമേ മറ്റുള്ളവർക്ക് ശിക്ഷ നൽകുന്നതിന് വേണ്ടി പോകുന്നവരാണ്. സി സോ വൈ കാൻ വി? എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? സോ അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ പോലും എല്ലാവരുടെ അടുത്തും ഭാഗവതമുണ്ട്. വീട്ടിലിരുന്ന് അവർ സ്വയം വായിക്കുക, ഇല്ലാത്ത സമയത്ത് അസോസിയേഷനോട് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് ഉത്തരം ഒരു പക്ഷേ ഒരു ഭക്തനിൽ നിന്ന് നേരിട്ട് ലഭിച്ചില്ലെങ്കിലും അതിലും തെറ്റൊന്നുമില്ല. കാരണം ഹീ ഈസ് ആൾസോ ഇൻ ദ പ്രോസസ് ഓഫ് സാധന ഭക്തി ആൻഡ് റീഡിങ് ഭാഗവതം. സോ ഹി വിൽ റെഫർ ആൻഡ് ഹി വിൽ ഗീവ് യു ദ പ്രോപ്പർ ആൻസർ ഇൻ എ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. അതുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനമില്ല എന്നോ അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ളതല്ല നമ്മുടെ ഈ പരമ്പരയിൽ നിന്നതിൻ്റെ സങ്കല്പം. ഇവൻ എത്രയോ മഹാരാജ് പോലും ചില സമയത്ത് ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ അവർ പറയുന്നതും ഇത് തന്നെയാണ്, വി വിൽ റെഫർ ആൻഡ് ഗിവ് ഇറ്റ് യു. സോ അതിൻ്റെ അർത്ഥം ജ്ഞാനം ഇല്ല എന്നുള്ളതല്ല, എല്ലാം എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്, ഭാഗവത്തിൽ ഉണ്ടെന്നുള്ളതാണ്. വി ഹാവ് ടു റെഫർ ഇറ്റ് ആൻഡ് വി ഹാവ് ടു ഗിവ് ദ ആൻസർ. തുഷ്യന്തിച്ച രമന്തിച്ച.
യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്ന് ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുന്നതിനേക്കാളും ഭക്തന്മാർ തമ്മിൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ള രസം കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഭക്തനാകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഗുണങ്ങളുണ്ട് നമുക്ക്. ആ ഭക്തന്മാർ തമ്മിൽ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യം കേട്ട് നമുക്ക് നമുക്ക് രമിക്കാൻ സാധിക്കുള്ളൂ, ആസ്വദിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതർവൈസ് വി വിൽ സിറ്റ് ആൻഡ് വി വിൽ ഹിയർ എന്തൊക്കെയോ കേട്ടു. പണ്ട് ഏതോ പണ്ട് ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം വലിയൊരു പേര് കേട്ട ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം പല ക്ലാസ്സുകൾ ഭഗവത്ഗീത എടുത്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഒരു ദിവസം കേൾക്കാനായിട്ട് പോയിരുന്നു. അദ്ദേഹം ഇപ്പം ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു സെപ്പറേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് തന്നെയുണ്ട് ഇത് പ്രീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു ദിവസം ഞാനും ക്ലാസ് കേൾക്കാൻ പോയി, ഇദ്ദേഹം എന്താ പ്രീച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇസ്കോണിൽ വന്നിട്ട് ഏതാണ്ട് ആ സമയത്തൊക്കെ 15-20 വർഷമായി. പക്ഷേ ഈ അടുത്ത കാലത്താണ്, 10 വർഷം മുമ്പാണ്. അപ്പോൾ എന്താ ഇദ്ദേഹം പറയുന്നത്? എല്ലാവരും പറയുന്നത് ഇദ്ദേഹം വലിയ ഇദ്ദേഹം വലിയ സംസ്കൃതം പണ്ഡിറ്റാണ്, PhD ആണൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്. മലയാളത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക്കലാണ്, പക്ഷേ ഞാൻ പറയുന്നത് വേദങ്ങളെക്കുറിച്ചാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിയുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി എന്ന് വരില്ല, പക്ഷേ എന്നാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് ഞാൻ തീരുമാനിക്കാനും പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ അടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അതിന് വാട്ട് ഇസ് ദ യൂസ് ഗിവിങ് ദ ക്ലാസ്? അപ്പോൾ അവിടെ നമുക്ക് കമ്പാഷൻ അല്ല വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഓഡിയൻസ് വേണ്ടത് വേറെയാണ്. പക്ഷേ സാധാരണ ജനങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ പറ്റിയതുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ബേസാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന രീതി. അതുമല്ല അവിടെ പേഴ്സണൽ കൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ ഒരു രൂപം അല്ലെങ്കിൽ ആ രീതിയിലല്ല അദ്ദേഹം പ്രചരിപ്പിക്കുന്നതും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രചരണം അവിടെ റീച്ചാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വ്യാസദേവനായിക്കോട്ടെ, നാരദമുനി ആയിക്കോട്ടെ, സുഖദേവ ഗോസ്വാമി ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. കമ്പാഷൻ. അല്ലാതെ എൻ്റെ അറിവ് പ്രദർശിപ്പിച്ചിട്ട് ഒന്നും അറിയില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. സോ ആൾ ദി വേ ഹി കംസ് ഫ്രം ട്രിവാൻഡ്രം ടു ദ റിമോട്ട് വില്ലേജ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട് ആൻഡ് ഗിവിങ് ദ ക്ലാസ് ആൻഡ് നോ യൂസ് മീൻസ് വാട്ട് എവർ ഹി സ്പോക്ക് nobody knows means what is the use എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു Prabhupada what he did, you see all the way he went to America, how far, എത്ര ദൂരെ പോയത്. Prabhupada never thought of that whatever I speak people don't understand. Prabhupada wanted to actually, Prabhupada ആവശ്യമായിരുന്നു ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിയാലേ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. He never spoke about that whatever I speak people won't understand. People want to understand actually, not want to. Yes. പക്ഷെ ആ ജീവതോയ നോട്ട് ഓൺലി റിസ്ട്രിക്റ്റഡ് ടു ഹ്യൂമൻ ബീങ്. ജീവതോയ മീൻസ് ഈവൻ ടു ദ അനിമൽസ് എന്നുള്ളതാണ്. ഈവൻ യു ക്യാൻ ഫീഡ് പ്രസാദം ടു ദ അനിമൽസ്, ഈവൻ ഫീഡ് വിത്ത് ഹോളി നെയിംസ് എന്നുള്ളതാണ്. ജീവതോയ മീൻസ് നോട്ട് ഓൺലി ടു ഹ്യൂമൻ ബീങ് ടു ദ ഓൾ ലിവിങ് എൻറ്റിറ്റീസ് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ഖണ്ഡത്തിൽ പരീക്ഷിത് മഹാരാജ് പറയുന്നുണ്ട്. ആക്ച്വലി ഒന്നാമത്തെ ഖണ്ഡത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകം മറ്റാണതുണ്ട്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ച്വലി even if I take next birth, I want to take in birth in the devotees family, and I want to remember Krishna, and I want to give the compassion to the all living entities. These 3 things he says, Parikshit Maharaj. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അടുത്തൊരു ജന്മമുണ്ട്. അഥവാ ജന്മം എടുക്കുകയാണെങ്കിൽ ഒരു ഭക്തൻ്റെ വീട്ടിലായിരിക്കണം, അത് ഭഗവാനെക്കുറിച്ച് ഓർമ്മിക്കുന്ന രീതിയിലായിരിക്കണം എൻ്റെ ജീവിതം ക്രമീകരിക്കേണ്ടത്. 3ാമത്തത് എല്ലാ ജീവജാലങ്ങളോടും എനിക്ക് കമ്പാഷൻ എന്ന വേർഡ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് കമ്പാഷൻ ഐ വാണ്ട് ടു സെർവ് എന്നുള്ളതാണ്. യെസ്, അതെ അതെ. അത്രത്തോളം ഈ ഭാരതഭൂമിയിലെ കരിക്കരോ ഉപകാരം. അപ്പോൾ ആ ഒരു ഉപകാരത്തിനായിട്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതായിരിക്കണം നമ്മൾ. അപ്പോൾ യഥാർത്ഥ ഉപകാരമാണ് ഇവിടെ പറഞ്ഞത്. കമ്പാഷൻ, ഔട്ട് ഓഫ് കമ്പാഷൻ നമ്മൾ ഭാഗവതം സംസാരിക്കണം, ഭാഗവതം അവർക്ക് നൽകണം. ഭാഗവതത്തിലൂടെയുള്ള ഉത്തരവാണ് യഥാർത്ഥ ഒരു പ്രശ്ന പരിഹാരം എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് യഥാർത്ഥ പരോപകാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ